ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി. ബാക്ക് വീലിൻ്റെ സൈഡിൽ നിന്ന് സൗണ്ടുമായിട്ടാണ് വണ്ടി വന്നേക്കണത്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട് വണ്ടി കയറ്റി, വണ്ടി ഓടിച്ച് നോക്കാനായിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചങ്ങോട്ട് എടുത്തപ്പോഴത്തേക്കും ബാക്ക് സൈഡിൽ നിന്നൊക്കെ നല്ല സൗണ്ട് ഉണ്ട്. അതാണ് കൂടുതലായിട്ട് ഓടിച്ച് വയ്ക്കില്ല. എന്തായാലും ബാക്ക് ക്ലച്ചിൻ്റെ ഭാഗം ഗിയർ ബോക്സും ക്ലച്ചുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളത് കയറ്റി അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചുണ്ട് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത്യാവശ്യം ഒരുവിധം കംപ്ലയിൻസുകൾ അതിനകത്ത് കാണുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ട് പ്രോബ്ലം വന്നേക്കുന്നത് ബാക്കിലെ വന്ന CVT ക്ലച്ചിൻ്റെ ഒരുവിധം എല്ലാ വീലുകളും തന്നെ ഡാമേജാണ്. കാരണം എന്താ വെച്ചാൽ ഇത് പുള്ളി പോലെ വർക്ക് ചെയ്യുന്നൊരു യൂണിറ്റാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വീലിനൊക്കെ തേയ്മാനം വന്നിട്ട് ഈ കോളർ സീലൊക്കെ ഇതിവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, പൊട്ടി പുറത്തേക്ക് വന്ന് തുടങ്ങിയതുണ്ട്. അപ്പോൾ അത് ശരിക്കും അത്യാവശ്യം പ്ലേയും കാണിക്കുന്നുണ്ട്. അത് അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വീല് ഈ സെറ്റപ്പാടി മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരു യൂണിറ്റ് ആണെങ്കിലും ഇതൊക്കെ ഇൻഡിവിജ്വൽ പാർട്സുകളാണ്. ഇതൊരെണ്ണം അതിൻ്റെ മുകളിൽ വന്ന കോളറും ഉള്ളിൽ റോളർ പിന്നെ കാര്യങ്ങളൊക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ്. ഇത് ഓൾറെഡി ഡാമേജ് ആയിട്ട് ഇവിടെ പൊട്ടി പുറത്തേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കോളർ സീൽ ഓൾറെഡി പൊട്ടി. അതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടല്ല അതിൻ്റെ ഉള്ളിൽ വർക്കിംഗ് എന്നുള്ള കേസാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാവും. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഈ യൂണിറ്റ് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് ഈ ക്ലച്ച് ഷാഫ്റ്റ് വരുന്നത്. ആ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഓൾറെഡി പോയി കിടക്കുക. ഇത്ര ഷെയ്ക്ക് ഉണ്ട് ഇതിനകത്ത്. അതേപോലെ തന്നെ ഈ സൈഡും, അതായത് വീലിൻ്റെ ഹബ്ബ് കയറ്റി കണക്ട് ചെയ്യുന്ന ഭാഗമാണത് ഈ ഷാഫ്റ്റ്. ഇവിടെയും ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെയും കംപ്ലയിൻ്റ് ആണ് കേട്ടോ, അത് ഡാമേജ് ആയിരിക്കണം. അപ്പോൾ ശരിക്കും ഗിയർ ബോക്സിൻ്റെ ഭാഗം അഴിച്ചാലാണ് അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അതായത് ഗിയർ ബോക്സിൻ്റെ അകത്തുനിന്ന് ഈ ബെയറിങ് പോയി ഓടുമ്പോൾ സാധാരണ രീതിയിൽ വീലുകൾക്ക് ഡാമേജ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഗിയർ ബോക്സിനകത്ത് ഓയിൽ ഒരു തുള്ളി ഓയിലില്ല. നമ്മൾ ഊറ്റിയപ്പോൾ കാണുന്ന അവസ്ഥ ഇതാണ്, ഓയിൽ മൊത്തം ലീക്കായിട്ട് പോയേക്കാണ്. അപ്പോൾ അഴിച്ചു നോക്കിയാലാണ് നമുക്ക് അതിനകത്ത് ഏതെങ്കിലും വീലുകൾക്ക് ഡാമേജ് ഉണ്ടോ, എന്തൊക്കെയാണ് അതിനകത്ത് പറ്റിയേക്കുന്നത് എന്നത് കൃത്യമായിട്ട് അഴിച്ചാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി ഇത് വന്നത് ഒരു അലുമിനിയം വീലാണ്. അതേപോലെ തന്നെ ബോസ് ഡ്രൈവ് എന്ന് പറയുന്നത് ഇതും തേയ്മാനത്തിലാണ്. കാരണം ഞാൻ ഇതിനും നോക്കുമ്പോൾ അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട്. ഇത് തീരെ മോശമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇതൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തേക്കും വലിയ താമസിച്ചാണ്ട് ഈ ഏറ്റവും ഡാമേജിലേക്ക് വരും. അപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തേക്ക് അതും കൂടി ക്ലിയർ ചെയ്ത് പോകുന്നതാണ് നല്ലത്. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഇതുമ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്. അതിൻ്റെ സെൻട്രൽ പോർഷൻ അതിൽ നോക്കുമ്പോൾ ഇവിടെ പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡൊക്കെ നല്ല രീതിയിലാണ് പൊട്ടി നിൽക്കണം കേട്ടോ. ഈ ഭാഗം കണ്ടോ, അത്യാവശ്യം പൊട്ടലുണ്ട്. അപ്പോൾ കൂട്ടത്തികൾ അതൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗം കൂടി അഴിച്ചാലാണ് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമുക്കത് അഴിച്ചു പോകാൻ പറ്റുള്ളൂ. ആവറേജ് ഒരുവിധം എമൗണ്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം അത് അഴിച്ചാലാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. എങ്കിൽ കൂടി നമുക്ക് ഈ ബാക്കിലത്തെ ഈ വീല് പുള്ളി കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ എമൗണ്ട് വരുന്നുണ്ട്. ഏകദേശം ഒരു 2000-2200 രൂപയൊക്കെ ഇതുമ്പോൾ മാത്രമേ നമുക്ക് ചിലവ് വരുന്നുണ്ട്. പിന്നെ ഈ വീലുകൾക്കൊക്കെ അഡീഷണലാണ് അതിൻ്റെ എമൗണ്ട് വരാം. ബെൽറ്റ് മാറ്റുന്നുണ്ടെങ്കിൽ ബെൽറ്റിൻ്റെ എമൗണ്ട് വരാം. ഇനി അതൊക്കെ പോയിട്ട് നമുക്ക് ഗിയർ ബോക്സ് അഴിച്ചാൽ എന്താണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്ന് വെച്ച് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് അതിൻ്റെ എമൗണ്ടിലും വേരിയേഷൻ വരും. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ വീഡിയോ എടുത്ത് ഇടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആദ്യം ഇന്ന കംപ്ലയിൻറ്റുകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അതേപോലെ തന്നെ അത് കണ്ടതിന് ശേഷം നമുക്ക് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമ്മളത് അഴിക്കുള്ളൂ, ഗിയർ ബോക്സിൻ്റെ ഭാഗം അഴിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം അത് അഴിച്ചിട്ട് രണ്ടാമത് കയറ്റി സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഒരു അലൈൻമെൻറ്റിൽ തന്നെ ചിലപ്പോൾ കയറ്റാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിലും വലിയ പ്രോബ്ലമായിട്ട് വരും. അപ്പോൾ അത് നോക്കിയതിന് ശേഷം അത് അഴിക്കാനുള്ള പെർമിഷൻ കിട്ടുകയാണെങ്കിൽ അത് അഴിച്ചു നോക്കിയിട്ട് കൃത്യമായിട്ട് അതിന് എത്ര ചിലവ് വരും എന്നുള്ളത് എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. ഈ വീഡിയോ ആദ്യം വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, വീഡിയോ കാണാം, അതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടാം കേട്ടോ.